സീരിയലിലൂടെ സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച നടിയാണ് ജ്യോതിർമയി. ഇന്ദ്രനീലം, അവസ്ഥാന്തരങ്ങൾ തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചു. പിന്നീട് ചില ടെലിഫിലിമുകളിൽ അഭിനയിച്ചെങ്കിലും ഇവയൊന്നും ജനശ്രദ്ധ പിടിച്ചുപറ്റിയില്ല. തുടർന്ന് നിരവധി ചാനൽ പ്രോഗ്രാമുകളിൽ നടി അവതാരകയായി പ്രത്യക്ഷപ്പെട്ടു. പെപ്സി ടോപ് 10, യുവർ ചോയ്സ്, വാൽക്കണ്ണാടി, കലാലയവർണ്ണങ്ങൾ എന്നിവ അവയിൽ പ്രധാനപ്പെട്ട ചില പരിപാടികളാണ്. മീശ മാധവൻ എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് ജ്യോതിർമയി എന്ന നടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇതിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനരംഗത്തിലൂടെയാണ് ജ്യോതിർമയി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയത്. അതിനുശേഷം നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി. നന്ദനം സിനിമയിൽ ചെറിയൊരു അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് കല്യാണരാമൻ, എന്റെ വീട് അപ്പൂന്റെ, പട്ടാളം എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തു. 2005-ൽ തെലുങ്ക്, തമിഴ് ചിത്രങ്ങളിലും ജ്യോതിർമയി അഭിനയിച്ചു. ശിവലിംഗം IPS ആയിരുന്നു ആദ്യ തമിഴ് സിനിമ. 3 വർഷം കൊണ്ട് 6 തമിഴ് സിനിമകളിലാണ് ജ്യോതിർമയി വേഷമിട്ടത്. എന്നാൽ അതേസമയം മലയാളത്തിൽ അഭിനയിച്ച സിനിമകൾ വിജയിച്ചില്ല. അന്യർ, ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, ചാക്കോ രണ്ടാമൻ എന്നീ ചിത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. 2009-ൽ സാഗർ ഏരിയാസ് ജാക്കി എന്ന സിനിമയിലൂടെ ജ്യോതിർമയി മലയാളി പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. ഒരു ഗാനരംഗത്തിൽ ഗ്ലാമർ ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത്. 2013-ന് ശേഷം നടി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഹൗസ്ഫുൾ, സ്ഥലം, ഉറവ എന്നീ ചിത്രങ്ങളിലാണ് അവസാനമായി അഭിനയിച്ചത്. 10 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് നിഷാന്ത് എന്ന വ്യക്തിയെ നടി ജീവിത പങ്കാളിയായി സ്വീകരിച്ചത്. 2004-ലായിരുന്നു ഇരുവരുടെയും വിവാഹം. എന്നാൽ 2011-ൽ ഇവർ വിവാഹമോചിതരാവുകയും ചെയ്തു. തുടർന്ന് സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ അമൽ നീരദിനെ നടി വിവാഹം കഴിച്ചു. 2015-ലായിരുന്നു ഇവരുടെ വിവാഹം. പ്രണയവിവാഹമാണെന്ന് നടി തുറന്നു പറയുകയും ചെയ്തു. തന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണ് സഹപാഠിയായ അമൽ നീരദുമായി താൻ കൂടുതൽ അടുത്തത് എന്നും നടി തുറന്നു പറഞ്ഞിരുന്നു. സൗഹൃദത്തിനപ്പുറമാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് തോന്നിയതുകൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്നും നടി വ്യക്തമാക്കി. ജ്യോതിർമയി എവിടെ പോയി എന്ന് പ്രേക്ഷകർ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അമൽ നീരദ് നടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. തമസോമ ജ്യോതിർഗമയ എന്ന തലക്കെട്ടോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തലമൊട്ടയടിച്ച നടിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അമൽ പങ്കുവച്ചത്. ട്രെൻഡിന്റെ ഭാഗമായാണോ മൊട്ടയടിച്ചത് എന്ന ചോദ്യം പലരിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ജ്യോതിർമയിക്ക് എന്തുപറ്റി എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. നിങ്ങൾ പ്രേക്ഷകരിൽ എത്ര പേർ ജ്യോതിർമയിയുടെ ആരാധകരാണ്? ജ്യോതിർമയി വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.